Hi all, welcome to Science Guruji. ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ സിവിൽ 161/2014 ക്വസ്റ്റ്യൻസും സൊല്യൂഷൻസുമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഏകദേശം 20ഓളം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് ബാക്കിയുള്ള ചോദ്യങ്ങൾ നോക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the maximum resisting moment that can be developed at the cross section of a beam without exceeding the permissible bending stress. പെർമിസിബിൾ ബെൻഡിങ് സ്ട്രെസ് എക്സീഡ് ചെയ്യാണ്ട് ഒരു സെക്ഷൻ ക്രോസ് സെക്ഷൻ ഓഫ് എ ബീമിൽ ഡെവലപ്പ് ചെയ്യുന്ന മാക്സിമം റെസിസ്റ്റിംഗ് മൊമെന്റ് എന്താ പറയുന്നതാണ്. ഓക്കെ, ആൻസർ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അടുത്തത് ദ സ്റ്റാഡിയ മാർക്കിങ്സ് ആർ മെയ്ഡ് ഓൺ. സ്റ്റാഡിയ മാർക്കിങ്സ് എവിടെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? അപ്പൊ ഈ ഫിഗറിൽ കാണുന്നതാണ് സ്റ്റാഡിയ മാർക്കിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക ഡയഫ്രത്തിലാണ് സ്റ്റാഡിയ മാർക്കിങ്സ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യം, ദ സ്ട്രക്ചർ കൺസ്ട്രക്റ്റഡ് അക്രോസ് എ കനാൽ ടു റെഗുലേറ്റ് ദ ഡിസ്ചാർജ് ഇൻ ടു അനദർ കനാൽ. ഒരു കനാലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് എന്തിനു വേണ്ടിയിട്ട്? ടു റെഗുലേറ്റ് ദ ഡിസ്ചാർജ് ഇൻ ടു അനദർ കനാൽ. അനദർ കനാലിലേക്ക് വേണ്ടിയിട്ടുള്ള ഡിസ്ചാർജിന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചറിന് നമ്മൾ എന്താണ് പറയുന്നത്? നമ്മുടെ ആൻസർ കനാൽ റെഗുലേറ്റർ ആണ്. കനാൽ റെഗുലേറ്റർ is structure constructed across a canal to regulate the discharge into another canal. അടുത്ത ചോദ്യം, the stress corresponding to the limiting value of load. The limiting value of load ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സിനെ നമ്മൾ എന്താണ് പറയുക? ആൻസർ എലാസ്റ്റിക് ലിമിറ്റ് ആണ്. അടുത്ത ചോദ്യം, the tanks used for treating the sewage from isolated residents where drainage connection to public system is not possible. എന്താണ്? ഒരു ഐസൊലേറ്റഡ് റെസിഡൻസ് നമ്മുടെ വീടുകളിൽ നിന്ന് ഉള്ള ഡ്രെയിനേജ് കണക്ഷൻ പബ്ലിക് സിസ്റ്റത്തിലേക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ വീടുകളിൽ തന്നെ ഒരു ടാങ്ക് കൺസ്ട്രക്ട് ചെയ്യും ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് സീവേജ്. ആ കൺസ്ട്രക്ട് ചെയ്യുന്ന ടാങ്കിനെ നമ്മൾ എന്താണ് പറയുന്നതാണ്? ആൻസർ സെപ്റ്റിക് ടാങ്ക്സ് ആണ്. സെപ്റ്റിക് ടാങ്ക്സ് ആണ് നമ്മുടെ വീടുകളിൽ സീവേജ് ട്രീറ്റ് ചെയ്യാൻ കൺസ്ട്രക്ട് ചെയ്യുന്ന ടാങ്ക്സ്. ഓക്കെ, അടുത്തത്, കൺവേർട്ട് സൗത്ത് 78°40' വെസ്റ്റ് ടു ഹോൾ സർക്കിൾ ബെയറിംഗ്. റെഡ്യൂസ്ഡ് ബെയറിംഗ് നിന്ന് ഹോൾ സർക്കിൾ ബെയറിംഗിലേക്കുള്ള ഒരു കൺവേർഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു കൺവേർട്ടിംഗ് ടേബിൾ ആണ്. ഓക്കെ, അപ്പോ ഈ ഒരു ആംഗിളാണ് നമ്മുടെ 78°40' എന്ന് പറയുന്നത്. സൗത്ത് 78°40' എന്ന് പറയുന്നത് ഈ ഒരു ആംഗിൾ ആണ്. ഓക്കെ, ചോദിച്ചിരിക്കുന്നത് ഹോൾ സർക്കിൾ ബെയറിംഗ് ആണ്. ഹോൾ സർക്കിൾ ബെയറിംഗ് എന്ന് പറഞ്ഞാൽ നോർത്തിൽ നിന്നും സൗത്തിലേക്കുള്ള ആംഗിൾ. ഈ ഒരു ആംഗിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ആൽഫയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ക്വാഡ്രന്റ് സൗത്ത് വെസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ആൽഫ കണ്ടുപിടിക്കാൻ തീറ്റ പ്ലസ് 180° ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു തീറ്റ പ്ലസ് 180°. തീറ്റ നമുക്കറിയാം 78°40' ആണ്. അപ്പോൾ 180° പ്ലസ് 78°40'. നമ്മുടെ ആൻസർ 258°40' ആണ്. ഓപ്ഷൻ സി 258°40' ആണ് ആൻസർ. അപ്പൊ ഈ ഒരു ടേബിൾ ഓർത്ത് വെക്കുക കൺവേർഷൻ വേണ്ടി, റെഡ്യൂസ്ഡ് ബെയറിംഗ് ഹോൾ സർക്കിൾ ബെയറിംഗ് കൺവേർഷൻ വേണ്ടിയിട്ട് ഈ ഒരു ടേബിൾ ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം, the book in which the distance along the chain, the offset measurement and sketches of detailed points are recorded. നമ്മൾ ചെയിൻ സർവേയിങ് ചെയ്യുന്ന സമയത്ത് ചെയിനിൽ നിന്നുള്ള ഡിസ്റ്റൻസുകളോ ഓഫ്സെറ്റ് മെഷർമെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽ സ്കെച്ചുകളോ മെഷർ ചെയ്യുന്ന റെക്കോർഡ് ചെയ്യുന്ന ഒരു ബുക്കിനെ നമ്മൾ എന്താണ് പറയുന്നത്? അപ്പൊ ആ ബുക്കിനെ നമ്മൾ ഫീൽഡ് ബുക്ക് എന്നാണ് പറയുക. അപ്പൊ ഈ ഒരു കാണുന്നതാണ് ഒരു ഫീൽഡ് ബുക്ക്. ഓക്കെ, അടുത്തത്, എ ഫിക്സ്ഡ് റെഫറൻസ് പോയിന്റ് ഓഫ് നോൺ എലിവേഷൻ. എലിവേഷൻ അറിയാവുന്ന ഒരു ഫിക്സ്ഡ് റെഫറൻസ് പോയിന്റിനെ നമ്മൾ എന്താണ് പറയുന്നത്? ആൻസർ ബെഞ്ച് മാർക്ക് ആണ്. ബെഞ്ച് മാർക്ക് ഇസ് ദ ഫിക്സ്ഡ് റെഫറൻസ് പോയിന്റ് ഓഫ് നോൺ എലിവേഷൻ. എലിവേഷൻ അറിയാവുന്ന ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള റെഫറൻസ് പോയിന്റ് ആണ് ബെഞ്ച് മാർക്ക്. ഓക്കെ, അടുത്തത്, ദ സൈറ്റ് വിച്ച് ഈസ് ടേക്കൺ ബിറ്റ്വീൻ ബാക്ക് സൈറ്റ് ആൻഡ് ഫോർ സൈറ്റ്. ഫോർ സൈറ്റിന്റെയും ബാക്ക് സൈറ്റിന്റെ ഫോർ സൈറ്റിന്റെയും ഇടയ്ക്ക് എടുക്കുന്ന
സൈറ്റുകളെ അല്ലെങ്കിൽ റീഡിങ്സിനെ നമ്മൾ എന്താണ് പറയുന്നത്? ആൻസർ ഇന്റർമീഡിയറ്റ് സൈറ്റുകളാണ്. ഓപ്ഷൻ എ ഇന്റർമീഡിയറ്റ് സൈറ്റുകളാണ് ആൻസർ. ഓക്കെ, നമ്മളൊരു ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്തു. ആദ്യം എടുക്കുന്ന റീഡിങ് നമ്മൾ ബാക്ക് സൈഡ് റീഡിംഗ് എന്ന് പറയുക, അവസാനം എടുക്കുന്ന റീഡിംഗ് നമ്മൾ ഫോർത്ത് സൈഡ് റീഡിംഗ് എന്ന് പറയും. അതിന്റെ ഇടയ്ക്ക് എടുക്കുന്ന എല്ലാ റീഡിങ്സിനെ നമ്മൾ ഇന്റർമീഡിയറ്റ് റീഡിങ്സ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് സൈറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് ടെലസ്കോപ്പിക് ലെവലിംഗ് സ്റ്റാഫ്. ടെലസ്കോപ്പിക് ലെവലിംഗ് സ്റ്റാഫിന്റെ ലീസ്റ്റ് കൗണ്ട് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ 5 mm ആണ്, അല്ലെങ്കിൽ 0.005 meters ആണ് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് ടെലസ്കോപ്പിക് ലെവലിംഗ് സ്റ്റാഫ്. ഓക്കെ, അടുത്തത്, ഇൻ ഹൈഡ്രോ പവർ പ്ലാന്റ് ദ പൈപ്പ് ക്യാരിയിങ് വാട്ടർ ഫ്രം ദ റിസർവോയർ ടു ദ ടർബൈൻ. ഹൈഡ്രോ പവർ പ്ലാന്റില് റിസർവോയറിൽ നിന്നും ടർബൈനിലേക്ക് വാട്ടർ ക്യാരി ചെയ്യുന്ന പൈപ്പിനെ എന്താണ് പറയുന്നതാണ്? അപ്പോൾ ഇതൊരു റിസർവോയർ ആണ്. റിസർവോയറിൽ നിന്ന് ടർബൈനിലേക്ക് വെള്ളം ക്യാരി ചെയ്യുന്ന പൈപ്പിനെ നമ്മൾ പെൻസ്റ്റോക്ക് എന്ന് പറയാം. ആൻസർ ഓപ്ഷൻ ബി പെൻസ്റ്റോക്ക് ആണ്. അടുത്തത്, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ ഡാഷ് flowing through a conductor is directly proportional to the potential difference between its end. നമുക്കറിയാം കറണ്ട് ആണ് ആൻസർ. Constant temperature, the current flowing through a conductor is directly proportional to the potential difference between its end. അടുത്തത്, when the soundness test is conducted, the concentration of cement should not be greater than. നമ്മൾ സൗണ്ട്നെസ് ടെസ്റ്റ്, സിമെന്റിന്റെ സൗണ്ട്നെസ് ടെസ്റ്റ് ചെയ്യുന്നത് അതിന്റെ ഫ്രീ ലൈമിന്റെയോ മഗ്നീഷ്യയുടെ പ്രസൻസ് കണ്ടുപിടിക്കാനാണ്. അതിനുവേണ്ടി നമ്മൾ 2 ടെസ്റ്റാണ് കണ്ടക്ട് ചെയ്യുക. ഒന്ന് ലേഷാക്ലിയർ ടെസ്റ്റും ഒന്ന് ഓട്ടോക്ലേവ് മെത്തേഡുമാണ്. ലേഷാക്ലിയർ മെത്തേഡിന്റെ അകത്ത് ദ എക്സ്പാൻഷൻ ഓഫ് സിമെന്റ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 10 mm ആണ്. ഓക്കെ, ദ എക്സ്പാൻഷൻ ഓഫ് സിമെന്റ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 10 mm. അത് ഓർത്തിരിക്കുക. അടുത്തത്, the operation of establishing intermediate points in survey line with end points. നമ്മുടെ സർവേ ലൈൻസിൽ ഇന്റർമീഡിയറ്റ് പോയിന്റ്സുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ഓപ്പറേഷനെ എന്താണ് പറയുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ റേഞ്ചിങ് ആണ്. റേഞ്ചിങ് ഇസ് ദ ഓപ്പറേഷൻ ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ഇന്റർമീഡിയറ്റ് പോയിന്റ്സ് ഇൻ സർവേ ലൈൻസ് വിത്ത് എൻഡ് പോയിന്റ്സ്. അടുത്തത്, ഇൻ എ 20 meter മെട്രിക് ചെയിൻ ദ നമ്പർ ഓഫ് ലിങ്ക്സ്. ഒരു 20 meter മെട്രിക് ചെയിനിലെ നമ്പർ ഓഫ് ലിങ്കുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലിങ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു പോർഷനാണ് ലിങ്ക് എന്ന് പറയുന്നത്. ഒരു സ്റ്റീൽ വയർ, നമ്മൾ 2 സൈഡും ഹൂപ്പ് ഉണ്ടാവും. അങ്ങനെ എടുത്തിരിക്കുന്ന ഒരു മെമ്പറിനെയാണ് ലിങ്ക് എന്ന് പറയുന്നത്. ലിങ്കുകൾ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയിൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ലിങ്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 20 centimeter ആണ്. ഓക്കെ, അപ്പോൾ ഒരു 20 meter ചെയിനിൽ നമ്പർ ഓഫ് ലിങ്ക്സ് നടത്തുന്നുണ്ടായിരിക്കും 100 ലിങ്ക്സ് ഉണ്ടായിരിക്കും. ഒരു ലിങ്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 20 centimeter ആണ്. അപ്പോൾ 20 meter ചെയിനിൽ 100 ലിങ്ക്സ് ഉണ്ടാവും. അതുപോലെ 30 meter ചെയിൻ ആണെങ്കിൽ അതിന് 150 ലിങ്ക്സ് ഉണ്ടാവും. ഓക്കെ, അടുത്തത്, the two method of calculating the reduced level of points, the height of collimation and another is. എന്താണ് റെഡ്യൂസ് ലെവൽ? ഒരു പോയിന്റ്സിന്റെ റെഡ്യൂസ് ലെവൽ കണ്ടെത്താനായിട്ട് നമ്മൾ 2 മെത്തേഡുകളാണ് അഡോപ്റ്റ് ചെയ്യുക. ഒന്ന് ഹൈറ്റ് ഓഫ് കോളിമേഷൻ അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് മെത്തേഡും, അടുത്ത മെത്തേഡിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് ആണ്. അപ്പോൾ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് കോളിമേഷൻ മെത്തേഡും റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് ആണ് നമ്മൾ റെഡ്യൂസ് ലെവൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്സ്. ഓക്കെ, അടുത്തത്, ടു ഡെവലപ്പ് ദ ഫേസ് ലാബ് വിച്ച് ഈസ് ദ ക്ലോസർ യൂസ്ഡ് നെക്സ്റ്റ് ടു ക്യൂൻ ഹെഡർ. ഫേസ് ലാബ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ക്യൂൻ ഹെഡറിന് അടുത്തായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലോസർ ഏതാണെന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ബി ക്യൂൻ ക്ലോസർ ആണ്. ക്യൂൻ ക്ലോസർ ഈസ് the closer used next to queen header to develop the face lab. Okay, അടുത്തത്, the distance of the object from the survey line. സർവേ ലൈനിൽ നിന്നും ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസുകളെ നമ്മൾ എന്താണ് പറയുക?
ആൻസർ ഓപ്ഷൻ ഡി ഓബ്ജക്ട്സ് ആണ്. ദ ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്ട് ഇൻ സർവേ ലൈൻസ് നമ്മൾ ഓബ്ജക്ട്സ് എന്നാണ് പറയുക. അടുത്തത് ദ സിസ്റ്റം ഓഫ് കളക്ടിങ് ആൻഡ് ക്യാരിയിങ് സീവേജ് ത്രൂ സീവേഴ്സ്. സീവേഴ്സ് എന്ന് പറയുന്നത് പൈപ്പുകളാണ്. ഇപ്പോൾ സീവേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് മെറ്റേഴ്സിനെയാണ് സീവേജ് എന്ന് പറയുക. അപ്പോൾ സീവേജ് ക്യാരി ചെയ്യുന്ന പൈപ്പുകളെയാണ് നമ്മൾ സീവേഴ്സ് എന്ന് പറയുക. അപ്പോൾ സിസ്റ്റം ഓഫ് കളക്ടിങ് ആൻഡ് ക്യാരിയിങ് സീവേജ് ത്രൂ സീവേഴ്സ്, പൈപ്പുകളിലൂടെ സീവേജിനെ കളക്ട് ചെയ്യുകയും ക്യാരി ചെയ്യുന്നതിനെ ആ സിസ്റ്റത്തിനെ എന്താണ് പറയുന്നത്? സിസ്റ്റത്തിനെ നമ്മൾ സിവറേജ് എന്നാണ് പറയുന്നത്. ഓക്കെ, സിവറേജ്. അപ്പൊ എന്താണ് സീവേജ് നോക്കി. ഇനി സള്ളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂമിൽ നിന്നോ കിച്ചണിൽ നിന്നോ വാഷ് ബേസിനിൽ നിന്നോ വരുന്ന ലിക്വിഡ് ഡിസ്ചാർജുകളെയാണ് നമ്മൾ സള്ളേജ് എന്ന് പറയാം. ഓക്കെ, അടുത്തത് ദ മിനിമം വെലോസിറ്റി വിച്ച് വിൽ പ്രിവെന്റ് ദ സിൽറ്റിംഗ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ സീവേഴ്സ്. പാർട്ടിക്കിൾസിന്റെ സിൽറ്റിംഗ്, സീവേഴ്സില് പാർട്ടിക്കിൾസിന്റെ സിൽറ്റിംഗ് പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു മിനിമം വെലോസിറ്റി ഉണ്ടാവണം ഫ്ലോയിന്. ആ പറയുന്ന മിനിമം വെലോസിറ്റിനെ പറയുന്നതാണ് സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി. മിനിമം വെലോസിറ്റി വിച്ച് വിൽ പ്രിവെന്റ് സിൽറ്റിംഗ് ഓഫ് പാർട്ടിക്കിൾസ് സിൽറ്റിങ്ങിനെ പ്രിവെന്റ് ചെയ്യുന്ന മിനിമം വെലോസിറ്റിനെ നമ്മൾ സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് ദ സീവർ അപ്പർച്ചർ ഈസ് constructed to provide a connection between the high level branch sewer to the low level main sewer. ഒരു സീവർ അപ്പാർച്ചനേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നു എവിടെ? ഒരു ഹൈ ലെവൽ ബ്രാഞ്ച് സീവറിൽ നിന്നും ഒരു ലോ ലെവൽ ബ്രാഞ്ച് സീവറിലേക്കുള്ള ആ ഒരു ജംഗ്ഷൻ അല്ലെങ്കിൽ അതിനെ കണക്ട് ചെയ്യാനായിട്ടാണ് ഈ പർട്ടിക്കുലർ സീവർ അപ്പാർച്ചനേഴ്സ് ഉപയോഗിക്കുന്നത്. ഏതാണ് അപ്പാർച്ചനേഴ്സ് എന്ന് ചോദിച്ചിരിക്കുന്നത്? നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ഡ്രോപ്പ് മാൻഹോൾ ആണ്. ഓക്കെ, ഒരു ഹൈ ലെവൽ ബ്രാഞ്ച് സീവറിൽ നിന്നും ലോ ലെവൽ ബ്രാഞ്ച് സീവറിലേക്ക് ഉള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ ജംഗ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്ന കണക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കണക്ട് ചെയ്യാനാണ് ഉപയോഗിക്കുന്ന സീവർ അപ്പാർച്ചനേഴ്സ് ആണ് ഡ്രോപ്പ് മാൻഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക്കലി മാൻഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആൾക്കാർക്ക് ഇറങ്ങി സീവേഴ്സ് ക്ലീൻ ചെയ്യാനും ഇൻസ്പെക്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു പ്രൊവൈഡ് ചെയ്യുന്ന അപ്പാർച്ചനേഴ്സ് ആണ് മാൻഹോൾ എന്ന് പറയുന്നത്. അതും കൂടെ ഓർത്തിരിക്കുക. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മാൻഹോൾസ് ഉണ്ട്. ഡ്രോപ്പ് മാൻഹോൾ, ഡീപ്പ് മാൻഹോൾ, നാരോ മാൻഹോൾ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാൻഹോൾസും അവൈലബിൾ ആണ്. അടുത്തത് ദ ടേം വിച്ച് ഈസ് മെഷേർഡ് ആസ് ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ക്രൗൺ ആൻഡ് ഡിപ്പ് ഓഫ് എ ട്രാപ്പ്. ഓക്കെ, അപ്പോ എന്താണ് ട്രാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ സാനിറ്ററി പ്ലംബിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ട്രാപ്പ് എന്ന് പറയുന്നത്. ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വാഷ് ക്ലോസറ്റിലൊക്കെയാണ് യൂഷ്വലി ഉപയോഗിക്കുക. അപ്പോൾ ഈ ഫൗൾ ഗ്യാസസ് വീടിന്റെ ഉള്ളിലേക്ക് വരാണ്ടിരിക്കാനായിട്ട് അതിനെ ട്രാപ്പ് ചെയ്ത് വയ്ക്കാനാണ് നമ്മൾ ഈ ഒരു ഉപയോഗിക്കുന്നത്, ട്രാപ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോ അതിന്റെ അകത്ത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ക്രൗൺ ആൻഡ് ഡിപ്പ്, ക്രൗണിന്റെ ഡിപ്പിന്റെ ഇടയ്ക്കുള്ള ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ എന്താണ് പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ കാണുന്ന ഒരു ട്രാപ്പാണ്. ആ ട്രാപ്പില് ഈ ഒരു പോർഷനാണ് ക്രൗൺ എന്ന് പറയുന്നത്, ഡിപ്പ്. ഈ ക്രൗണും ഡിപ്പും തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് നമ്മൾ വാട്ടർ സീൽ എന്ന് പറയാം. ഓപ്ഷൻ ബി വാട്ടർ സീൽ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്തത് ഇൻ ദ ലാസ്റ്റ് മാൻഹോൾ ഓഫ് ഹൗസ് ഡ്രെയിനേജ് സിസ്റ്റം ദ ട്രാപ്പ് പ്രൊവൈഡീസ്. ഹൗസ് ഡ്രെയിനേജ് സിസ്റ്റത്തിലെ ലാസ്റ്റ് മാൻഹോളിൽ പ്രൊവൈഡ് ചെയ്യുന്ന ട്രാപ്പിനെ എന്താണ് പറയുന്നത്, ഏത് ട്രാപ്പാണ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പുകളാണ്. ഓക്കെ, ഇപ്പൊ ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പുകൾ ഈ ഫിഗറിൽ കാണുന്നതാണ് നമ്മുടെ ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു ട്രാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്നുകിൽ മുനിസിപ്പൽ സീവറിന്റെയും ഹൗസ് സീവറിന്റെയും ജംഗ്ഷനിലോ അല്ലെങ്കിൽ എന്താണ് ലാസ്റ്റ് മാൻഹോൾ ഓഫ് ഹൗസ് ഡ്രെയിനേജ് സിസ്റ്റത്തിലാണ് ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണ് പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പബ്ലിക് സീവറിൽ നിന്നുള്ള ഫൗൾ ഗ്യാസ് ഹോം സീവേജിലേക്ക് കടക്കാണ്ടിരിക്കാനുള്ള ഒരു പർപ്പസ് ആണ് ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഗള്ളി ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സള്ളേജിന്റെയും മെയിൻ സീവേജിന്റെ ഇന്റർസെക്ഷനിലോ അല്ലെങ്കിൽ ഡ്രെയിൻ പൈപ്പിന്റെ ഡിഫറെന്റ് ലൊക്കേഷൻസിലോ ആണ് ഗള്ളി ട്രാപ്പുകൾ പ്രൊവൈഡ് ചെയ്യുക.
അതുപോലെ ഫ്ലോർ ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂംസിന്റെ വാഷ്റൂംസിന്റെ ഒക്കെ അവിടെയാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഫ്ലോർ ട്രാപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഫിഗറിൽ കാണിച്ചിരുന്നത് ഫ്ലോർ ട്രാപ്പുകളാണ്. ഓക്കെ, അടുത്തത് ഇൻ വാട്ടർ ബൗണ്ട് മെക്കാഡം റോഡ് ബൈൻഡിങ് മെറ്റീരിയൽ ടു ഹോൾഡ് സ്റ്റോൺ ഈസ്. വാട്ടർ ബൗണ്ട് മെക്കാഡം റോഡുകളിൽ സ്റ്റോൺസ് ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബൈൻഡിങ് മെറ്റീരിയൽ നമ്മൾ റെഡ് എർത്ത് എന്നാ പറയാം. The binding material to hold stone is red earth. അടുത്തത് the contractor's profit in rate analysis. Rate analysis contractor profit എത്ര percentage ആണ്? Answer option D 10% ആണ്. The contractor profit in rate analysis 10%. അടുത്ത ചോദ്യം, the backside reading of a benchmark 100 mm was 1.65 meters. If the inverted staff reading to the bottom of a veranda roof slab is 0.25 meters, the reduced level of the bottom of the slab is. ഒരു ബെഞ്ച് മാർക്ക് ബാക്ക് സൈഡിൽ തന്നിട്ടുണ്ട് 1.65 മീറ്റേഴ്സ് തന്നിട്ടുണ്ട്. പിന്നെ ഒരു ഇൻവേർട്ടഡ് സ്റ്റാഫ് റീഡിംഗ് ദ ബോട്ടം ഓഫ് വരാന്ത റൂഫ് സ്ലാബ് തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് റെഡ്യൂസ് ലെവൽ ദ ബോട്ടം ഓഫ് റൂഫ് സ്ലാബ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രോബ്ലം അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് ഇക്വേഷൻസ് അറിയണം. ഒന്നെന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഈക്വൽ റെഡ്യൂസ് ലെവൽ പ്ലസ് ബാക്ക് സൈറ്റ്. വേറൊന്ന് റെഡ്യൂസ് ലെവൽ എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് മൈനസ് ഇന്റർമീഡിയറ്റ് സൈറ്റ് അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് മൈനസ് ഫോർ സൈറ്റ്. ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്ക് ആദ്യം ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് കണ്ടുപിടിക്കാം. ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഈസ് റെഡ്യൂസ് ലെവൽ പ്ലസ് ബാക്ക് സൈറ്റ്. ബെഞ്ച് മാർക്കിന് റെഡ്യൂസ് ലെവൽ അറിയാം 100 mm, ബാക്ക് സൈഡ് റീഡിംഗും അറിയാം 1.65. അപ്പോൾ 100 + 1.65 101.65 മീറ്റേഴ്സ് ആണ് നമ്മുടെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. ഇനി റെഡ്യൂസ് ലെവൽ ഓഫ് ദ ബോട്ടം ഓഫ് ദ സ്ലാബ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് മൈനസ് എന്താണ് ഇന്റർമീഡിയറ്റ് സൈഡ് റീഡിംഗ് ഓർ ഫോർ സൈഡ് റീഡിംഗ്. ഓക്കെ, ഇവിടെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് നമുക്ക് അറിയാം 101.65 മൈനസ് റീഡിംഗ് എടുക്കണം. ഇൻവേർട്ടഡ് സ്റ്റാഫ് റീഡിംഗ് ആയതുകൊണ്ട് നമ്മൾ എന്ത് കൊടുത്തു? ഒരു മൈനസ് സൈൻ കൊടുത്തു. അപ്പോൾ 101.65 മൈനസ് ഓഫ് 0.25, 101.9 meters. അപ്പോൾ റെഡ്യൂസ് ലെവൽ ഓഫ് ദ ബോട്ടം ഓഫ് സ്ലാബ് ഈസ് 101.9 meters. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി 101.9 meters ആണ്. അടുത്ത ചോദ്യം, ദ ഫ്രണ്ടേജ് മാർജിൻ ഇൻ ഫ്രണ്ട് ഓഫ് ദ അബട്ടിംഗ് റോഡ്. ആൻസർ സെറ്റ് ബാക്സ് ആണ്. ഇപ്പൊ നമ്മളൊരു വീട് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് റോഡിൽ നിന്നും ഒരു മാർജിൻ പ്രൊവൈഡ് ചെയ്യുന്നു. റോഡിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് മാറിയിട്ട് നമ്മൾ വീട് കൺസ്ട്രക്ട് ചെയ്യാവും. അത് ഫ്രണ്ടിൽ നിന്ന് മാത്രമല്ല, സൈഡുകളിലാണെങ്കിലും ബാക്കിലാണെങ്കിലും എല്ലാ സൈഡ്സിലും ആ ഒരു മാർജിൻ പ്രൊവൈഡ് ചെയ്യണം റോഡുകളിൽ നിന്ന്. ആ പ്രൊവൈഡ് ചെയ്യുന്ന മാർജിൻ നമ്മൾ എന്താ പറയുന്നത്? സെറ്റ് ബാക്സ് എന്ന് പറയുന്നത്. ഫ്രണ്ടേജ് മാർജിൻ ഇൻ ഫ്രണ്ട് ഓഫ് ദ അബട്ടിംഗ് റോഡ് ഈസ് കോൾഡ് സെറ്റ് ബാക്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 25ഓളം ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, താങ്ക് യു.